ഇവിടെ മഹാഗുരുവിനാൽ നമുക്ക് രചിച്ചു തന്ന ഹോമമന്ത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉച്ചരിക്കുന്നത്. ഹോമം ചെയ്തുകൊണ്ട് തന്നെ ശാന്തി ഭവനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ആ ഹോമമന്ത്രത്തിൻ്റെ 100ാമത് വർഷമാണ് നമുക്ക് ലഭിച്ചത്. ആ ഹോമമന്ത്രം ആചാര്യശ്രേഷ്ഠന്മാർ ഇവിടെ ഹോമം നടത്തിക്കൊണ്ട് അതിനുശേഷമാണ് ഗുരുപാലിലേക്ക് പോകുന്നത്. പ്രാർത്ഥനാ കർമ്മത്തോടുകൂടി നമ്മളുടെ ചടങ്ങുകൾ ആരംഭിക്കും. എല്ലാവരും വിളക്ക് തെളിക്കുക. എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചേ. तस्मै श्री गुरवे नमः। ओम ब्रह्मणे मूर्तिमते प्रदानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नमो भगवते नित्यशुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। श्रीमहनीय चरित्राय मंगलार्पितात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। शिशिरे कुर्वते सान्दे कटाक्षे शिष्य संजयान् ब्रह्मविद्या कोविदाय तस्मै श्री गुरवे नमः। वादिनां वादिने वाचं यमानां मौनभादिने सर्वलोकानुरूपाय तस्मै श्री गुरवे नमः। यस्य नगात् कल्पते सिद्धे पादाम्बुजरजोलवः नारायण यतीन्द्राय तस्मै ശ്രീ ഗുരവേ നമഃ. എല്ലാവരും വെള്ളത്തിലെത്തിച്ച് ഒന്ന് നമസ്കരിക്കുക. നമ്മൾ ശാന്തി ഭവനം ആരംഭിക്കുകയാണ്. സജ്ജനങ്ങളെ, ഗുരുദേവന്റെ പുണ്യമായ പാദം സ്പർശിച്ച ഈ ആനന്ദാശ്രമം എന്ന ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെയൊരു മഹത്തരമായ യജ്ഞത്തിന് സാക്ഷി വഹിക്കുവാനും ആ യജ്ഞത്തിൻ്റെ കാർമ്മികത്വം വഹിക്കുവാനും ഭാഗ്യം ലഭിച്ചത്
നിങ്ങളുടെയൊക്കെ പൂർവ പുണ്യ സുഹൃതത്തിൻ്റെ ഫലമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ നടക്കുന്ന ഈ മഹത്തരമായ യജ്ഞത്തിന് എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ. കുട്ടികൾ ശ്രദ്ധ ഇവിടെ കേട്ടോ. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആശീർവാദവും ഒക്കെ നമ്മളുടെ കുടുംബജീവിതത്തിലും വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തി മേഖലയിലുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാകണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ ദുരിതങ്ങളോ ഒക്കെ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രത്യക്ഷമായ ബ്രഹ്മമായ ഈ അഗ്നിയിലേക്ക് സമർപ്പിച്ച് ഈ അഗ്നിയിലേക്ക് തന്നെ അത് ലയിപ്പിച്ച് നമ്മൾക്ക് സംശുദ്ധമാക്കണേ എന്ന പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ ശാന്തികാലം ഇവിടെ ചെയ്യുന്നത്.